കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇപ്പോൾ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ അതിർത്തി കടന്ന് സംഭവിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഹേമ കമ്മിറ്റിക്ക് സമാനമായ കമ്മിറ്റി വേണമെന്ന് തമിഴ്നാടിന് പിന്നാലെ കർണാടകയിലും ആവശ്യമുയരുകയാണ്. കന്നഡ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമം, തുല്യവേതനമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി വേണമെന്നാണ് സിനിമ, കലാ, സാഹിത്യ, നാടക, മാധ്യമ കൂട്ടായ്മയായ ഫിലിം ഇൻഡസ്ട്രി ഫോർ റൈറ്റ് ആൻഡ് ഇക്വാലിറ്റി കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി AP നദീറ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് നദീറ. കർണാടകത്തിലും ഒരു ഹേമ കമ്മിറ്റി മോഡൽ സംവിധാനം വേണമെന്ന ആവശ്യമാണല്ലോ ഉയരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇപ്പോൾ തമിഴ്നാടിനും തെലങ്കാനയ്ക്കും പുറമെ ഇപ്പോൾ സാൻഡൽവുഡിൽ നിന്നും സമാനമായ ആവശ്യം ഉയരുകയാണ്. സിനിമയിൽ നിന്നുള്ള ഒരു കൂട്ടായ്മയല്ല ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സിനിമയ്ക്ക് പുറമെ സിനിമയും കലാ, സാഹിത്യം, അതുപോലെ മാധ്യമ രംഗമുണ്ട്, ഈ സാംസ്കാരിക രംഗം എല്ലാം കൂടി ചേർന്നുള്ള ഇവിടെ നിന്നൊക്കെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ആവശ്യം. അതായത് FIER എന്ന സംഘടനയാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. അവർ 153 അംഗ പ്രതിനിധികൾ ഒപ്പിട്ട ഒരു കത്താണ് സിദ്ധരാമയ്യയ്ക്ക് നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കേരളത്തിനു സമാനമായി ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി സിനിമാ മേഖലയിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് നിയമിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സിനിമാ മേഖലയിൽ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ തുല്യവേതനമില്ല എന്ന പ്രശ്നമുണ്ട്. ഇതാണ് പ്രത്യേകം ഊന്നി പറയുന്നത്. ഈ രണ്ട് വിഷയങ്ങൾ പഠിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ അത് പൂഴ്ത്തിവെക്കപ്പെടരുത്. അത് ഉടൻ തന്നെ പഠിച്ച ഉടൻ തന്നെ 3 മാസം കൊണ്ട് പഠിച്ച ഉടൻ തന്നെ അത് പുറത്തുവിടണമെന്നും അതിന്മേൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും ഒക്കെയാണ് ഈ കൂട്ടായ്മ സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതികളിൽ നിന്നോ വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസ് തന്നെ ഇക്കാര്യം ഈ ഒരു കമ്മിറ്റിയുടെ തലവനായി വരണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കർണാടകയിൽ നിന്ന്, അതായത് സാൻഡൽവുഡിൽ നിന്നുകൂടി ഇത്തരം ഒരു ആവശ്യം ഉയരുകയാണ്. ഓക്കെ, നദിറയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.